കാന്താര എന്ന സിനിമയിലൂടെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റാൻ തനിക്കാകുമെന്ന് ഋഷഭ് ഷെട്ടി പോലും കരുതി കാണില്ല. 2008 മുംബൈയിലെ അന്തേരി വെസ്റ്റിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ഓഫീസ് ബോയിയും നിർമ്മാതാവിൻ്റെ ഡ്രൈവറുമായിരുന്നു ഋഷഭ് ഷെട്ടി. അന്ന് വടാപ്പാവ് തിന്ന് വിശപ്പകറ്റിയ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ നിറയെ സിനിമയായിരുന്നു. തട്ടുപൊളിപ്പൻ കോണ്ടന്റ് എന്ന കന്നഡ സിനിമയുടെ ടാഗിനെ തിരുത്തി എഴുതി ഓസ്കാർ നോമിനേഷനിൽ വരെ എത്തിക്കാൻ അയാളുടെ സ്വപ്നങ്ങൾക്ക് കഴിഞ്ഞു. സിനിമയിലെത്തും മുൻപ് ഋഷഭ് ഷെട്ടിയുടെ കഥ ഇങ്ങനെയാണ്. കർണാടകയിലെ ഉടുപ്പി സ്വദേശിയാണ് ഋഷഭ് ഷെട്ടി. പ്രശാന്ത് ഷെട്ടി എന്ന പേര് പിന്നീടാണ് ഋഷഭ് ഷെട്ടിയായി മാറിയത്. ബികോം പഠനകാലത്ത് കുന്താപുരയിൽ യക്ഷഗാന നാടകങ്ങൾ ചെയ്തുകൊണ്ടാണ് അയാൾ അഭിനയത്തിലേക്ക് പിച്ചവെച്ചത്. സിനിമയിലെത്താനാണ് ഋഷഭ് നാടകങ്ങളിൽ സജീവമായത്. പഠിക്കാൻ മിടുക്കനായിരുന്നുവെങ്കിലും വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ പാർട്ട് ടൈം ജോലി ചെയ്താണ് പഠിക്കാനുള്ള പണം അയാൾ കണ്ടെത്തിയത്. അയാൾ ഹോട്ടലിൽ മേശതുടപ്പുകാരനായി വാട്ടർ ക്യാൻ വിൽപ്പനയും റിയൽ എസ്റ്റേറ്റ് ജോലിയും ചെയ്തു. ഇതിനിടെ ബംഗളൂരുവിലെ ഗവൺമെൻറ് ഫിലിം ആൻഡ് TV ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറക്ഷനിൽ ഡിപ്ലോമ എടുത്തു. പഠനശേഷം ഡ്രൈവറായും ഓഫീസ് ബോയിയായും അയാൾ ജോലിയെടുത്തു. അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശ്രദ്ധേയമായി ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കന്നഡയിലെ 3ാം നിര ചലച്ചിത്ര പ്രവർത്തകരുടെ പേരുകൾക്കിടയിൽ ഋഷഭ് ഷെട്ടി എന്ന പേരും ആരും അറിയാതെ പോയി. ക്ലാബ് ബോയ്, സ്പോട്ട് ബോയ്, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിങ്ങനെ സിനിമയുടെ പല മേഖലയിൽ അയാൾ പ്രവർത്തിച്ചു. ഈ കാലത്താണ് ഋഷഭ് രക്ഷിത് ഷെട്ടിയുമായി പരിചയത്തിലാവുന്നത്. പവൻകുമാറിന്റെ ലൂസി എന്ന ചിത്രത്തിൽ പോലീസ് ഓഫീസറായി വേഷം ലഭിച്ചു. അതിൽ നിന്ന് തുഗ്ലക് എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യാൻ അവസരം ലഭിച്ചു. അവിടെ നിന്നാണ് രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉളിതവരു കണ്ടന്റെ എന്ന ചിത്രത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് 2016 രക്ഷിതിനെ നായകനാക്കി ഋഷഭ് റിക്കി എന്ന സിനിമ സംവിധാനം ചെയ്തു. അത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടി. അതേ വർഷം തന്നെയാണ് കിരിക് പാർട്ടി എന്ന ചിത്രവും സംവിധാനം ചെയ്തത്. അത് കൊമേഴ്ഷ്യൽ ഹിറ്റായി. തുടർന്നും സംവിധാനം അദ്ദേഹം തുടർന്നു. 2019 കന്നഡി കോമഡി ചിത്രമായ ബെൽ ബോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. സിനിമയിൽ സജീവമായെങ്കിലും തരംഗം സൃഷ്ടിക്കുന്ന നടനാകാൻ അയാൾക്കന്ന് കഴിഞ്ഞില്ല. എന്നാൽ അയാളുടെ സ്വപ്ന ചിത്രം എന്നത് സ്വയം എഴുതി സംവിധാനം ചെയ്യുന്ന ഒന്നായിരുന്നു. 2022 ഋഷഭ് ഷെട്ടി ഹോംബാലെ ഫിലിംസുമായി തൻ്റെ സിനിമ ചർച്ച ചെയ്യുന്നത്. അവർ സിനിമയുടെ സാധ്യത തിരിച്ചറിഞ്ഞു. അങ്ങനെ താൻ രചനയും സംവിധാനവും ചെയ്ത ചിത്രത്തിൽ നായകവേഷവും അവതരിപ്പിക്കാൻ ഋഷഭിന് കഴിഞ്ഞു. മണ്ണും മനുഷ്യനും മിത്തും ചേർന്ന മാന്ത്രിക അനുഭവമായി കാന്താര മാറി. 14 കോടി മുടക്കിയ കാന്താര 450 കോടി കളക്ഷൻ നേടി. ചിത്രം വൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതോടെ മറ്റു 4 ഭാഷകളിലും കൂടി ചിത്രം പുറത്തിറക്കി. അതിനൊപ്പം ഋഷഭ് ഷെട്ടി എന്ന പേരും ലോകമെമ്പാടും ആഘോഷിക്കപ്പെട്ടു. കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1 വരുന്നു എന്ന പ്രഖ്യാപനം വന്നിട്ട് 3 വർഷം പിന്നിട്ട ശേഷമാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഏകദേശം 125 കോടി രൂപ ചെലവഴിച്ചാണ് 2ാം ഭാഗം നിർമ്മിച്ചത്. 3 വർഷവും 250 ദിവസങ്ങളും കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രീകരണ കാലത്ത് ദുരന്തങ്ങളും അപകടങ്ങളും വേട്ടയാടിയ സിനിമ കൂടിയാണ് കാന്താര. 2ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിച്ച രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചു. മലയാളിയായ കലാഭവൻ നിജോയും ഷൂട്ടിങ്ങിനിടെ മരണപ്പെട്ടു. നടനായ MF കപിൽ സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ കോടികൾ ചിലവിട്ട് പടുത്തുയർത്തിയ കൂറ്റൻ സെറ്റ് തകർന്നു വീണു. ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് ഉപകരണങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഷെട്ടിയും സംഘവും തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. ഷൂട്ടിങ്ങിനായി വനത്തുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നാട്ടുകാരുമായി സംഘർഷമുണ്ടായി. റിലീസിന് മുൻപ് സിനിമ കാണാനായി മദ്യപിക്കരുത്, പുകവലിക്കരുത്, മാംസാഹാരം കഴിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണങ്ങൾ ഉയർന്നു. എന്നാൽ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് അയാളുടെ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ 60 കോടിയാണ്. 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിലൂടെ 12,80,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. സിനിമ പോസിറ്റീവ് റെസ്പോൺസ് തേടി മുന്നേറുമ്പോൾ ഋഷഭ് ഷെട്ടിക്ക് അഹങ്കരിക്കാം. ഈ സൂപ്പർ താര പദവി താൻ സ്വയം സൃഷ്ടിച്ചെടുത്തതാണെന്ന്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും താൻ യഥാർത്ഥ ഹീറോയാണ്.